അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. വാപ്പാ, ആ പിലാവ് എനിക്കുള്ളതാണ്. അത് ഞാൻ മൂസകുട്ടി വിട്ടുകൊടുക്കൂല. ഏത് പിലാവിന്റെ കാര്യം വെച്ച് പറഞ്ഞത്? ആ ബർക്കച്ചക്കന്റെ ആ പിലാവേ, അത് ഞാൻ വിട്ടു. അത് എനിക്കുള്ളതാണ്. അത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കൂല. പണ്ടാറക്കാൻ ഒരു പിലാവ് കൊണ്ട് കുടുങ്ങിക്കുള്ള തൊഴിലും തരുന്നില്ല നിങ്ങള്. പാപ്പായി ജീവിച്ചിരിക്കുമ്പോ മുതല് തന്നാല് അതും ബുദ്ധിമുട്ട്. ഞാൻ മരിച്ചാലോ കവരക്കെടുക്കാൻ അതും സുഖം ഉണ്ടാവില്ല. ഇജാതി മക്കളില്ലാതിരിക്കാൻ നല്ലത്. വല്ല വായും വെക്കാനിങ്ങനല്ല, നല്ല കൊല വെട്ടായത്. ബാപ്പാന്റെ എന്താണ് പറഞ്ഞത്? അല്ല, അന്ന് വാപ്പ വായ വെക്കുകയാണ് കൊല വെട്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞതാണ് വാപ്പ. ആ പിലാവ് അവിടെ നിന്നോട്ടെ, അത് എനിക്കുള്ളതാണ്. അതാർക്കും തരൂല. അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അത് തെരുമ ആലോചിക്കേണ്ടിയിരുന്നു. അത് ഞാൻ വിട്ടു. നീ നൊട്ടും എനിക്കൊന്ന് കാണണം. ഇത് മര്യാദക്ക് സംസാരിച്ചോ, അല്ലെങ്കിൽ ഇതിന്റെ മുടിയാളിയോ? എന്താണ് സംസാരിച്ചു? ബാപ്പ, ഇന്ന് അടിച്ചത് കണ്ടില്ലേ? അത് ഇന്നല്ല അടിച്ചത്, ഇന്നലെ മോത്തല്ല അടിച്ചത്. ആപ്പാക്കെല്ലാം മനസ്സിലാകണ്ട്. ആപ്പ വെടിത്തരം ചെയ്ത് നീ പറഞ്ഞിട്ട് കാര്യമില്ല. ആ പിലാവ് എനിക്ക് തന്നിരുന്നു. നിങ്ങളെ ഞാൻ നോക്കൂല. നിങ്ങളുടെ പെരവിട്ട് കടക്കും വേണ്ട. ഞാൻ പറഞ്ഞാൽ എനിക്കും പറയാനുള്ളത്. നിന്റെ പെരക്ക് നിങ്ങൾ കടക്കും ചെയ്യാം. സുലൈമോനെ, മൂസകുട്ടിയെ. വലൈക്കും അസ്സലാം. ഇന്ത്യയൊക്കെ പ്രശ്നം ഒന്നും പറയണ്ടടാ. ആ പിലാവിന് വേണ്ടിട്ട് സുലൈമാനും മൂസകുട്ടിയും എന്നും തിരക്കാണ്. ഒരു സ്വൈര്യം തരുന്നില്ല. അന്നോട് ഞാൻ പറഞ്ഞതിന് ഇത് ജീവിച്ചിരിക്കുമ്പോ മക്കൾക്ക് മുതല് കൊടുക്കണ്ടെന്ന്. ഇപ്പൊ അനുഭവിച്ചോ? തെറ്റുപറ്റിയടാ, തെറ്റുപറ്റിപ്പോയി. ആ പിലാവ് കാരന് വയസ്സന്മാരെ കൊണ്ടാക്കുന്ന സ്ഥലല്ലേ, ഓല് അവിടെ കൊണ്ടാക്കുന്ന പറഞ്ഞത്. ഓൽക്ക് രണ്ടാൾക്കും ആ പിലാവ് കിട്ടണമെന്ന് ഓല് പറഞ്ഞത്. കാക്ക, ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അന്നെ വൃദ്ധസദനത്തിൽ അവര് കൊണ്ടാക്കൂല. അന്ന് ഞാൻ ഇന്ത്യയോട് കണ്ടുകൊണ്ട് നോക്കും. ഇന്ത്യയുടെ കുട്ടിയായതുകൊണ്ട് അന്നെ നോക്കാന്. ഈ പിലാവിന്റെ കാര്യത്തില് ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കണം മൂസക്കുട്ടിക്കും സുലൈമാനും. എനിക്ക് വെജ. ഞാൻ നാളെ രാവിലെ വരാം. അവരോട് പറഞ്ഞാളെ അതിന്റെ തീരുമാനം ഞാൻ ഉണ്ടാക്കി കൊടുത്താളാം. ഇത് ബേജാറാവണ്ട. ആയിക്കോട്ടെ. എന്നാ ശരി, എനിക്ക് നേരമില്ല. ഞാൻ പോവാ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്റെ തീരുമാനം പോലെയാണ് എന്റെ ജീവിതം. മൂസക്കുട്ടിന് തീരുമാനം വിശ്വസിക്കാൻ പറ്റില്ല. ബാപ്പാ, എന്താ ഈ പിലാവിന്റെ തീരുമാനം? അതൊന്നാണല്ലോ. എന്റെ അഞ്ചങ്ങണ്ട് വരട്ടെ, ഞാൻ തീരുമാനിച്ചു തരാം. എളാപ്പന്റെ മന്ദിയിലെ വന്നിട്ടില്ല. എളാപ്പല്ല വരണേ. എന്താണ് സുലൈമാന്റെയും മൂസക്കുട്ടിയും പ്രശ്നം? ആ പിലാവ് എളാപ്പ എനിക്ക് വേണം. അത് എന്റെ അതിർമലാണ് കിടക്കുന്നത്. അത് ഞാൻ വിട്ടു തരൂല. ഒരു പിലാവല്ലേ ഉള്ളൂ, അത് രണ്ടാൾക്കും വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ? നിങ്ങൾ എന്റെ കാക്കാനെ വല്ലാതെ ബുദ്ധിമുട്ടാക്കരുത്. അതിന്റെ അതിർമലല്ലേ കിടക്കണേ. അത് എനിക്ക് തരാൻ വാപ്പ പറഞ്ഞതാണ്. എന്തായാലും ഞാൻ തീരുമാനിക്കാൻ വന്നാൽ തീരുമാനിച്ചു തരാം. ഉണ്ടാക്കി ഇന്നാ പിന്നെ ഇവർ രണ്ടാളും പിലാവ് വെട്ടി രണ്ട് കഷ്ണം എടുത്തോട്ടെ. എന്നാ പിന്നെ ഈ തീരുമാനം എന്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഇന്ന് വിളിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഞാനൊരു അഭിപ്രായം പറഞ്ഞുള്ളൂ. ഈ മിണ്ടാതക്ക്. പൗരും പൗതൊന്നും എനിക്ക് വേണ്ട. പൗരും പൗതി എനിക്കും വേണ്ട. ഞാനൊരു മദ്യം പറയാൻ പോവാണ്. അത് അനുസരിക്കേണ്ടി വരും. ഞാൻ അനുസരിക്കും. ഈ അനുസരിക്കേണ്ടി വരും. ഞാൻ അനുസരിക്കാം. കാക്കാ, ഞാനൊരു മദ്യമായിട്ട് പറയാൻ പോകുന്നു. പറഞ്ഞ
നിങ്ങളെ ബാപ്പ ജീവിച്ചിരിക്കുമ്പോ നിങ്ങളെ ബാപ്പാനെ നിങ്ങൾ നോക്കണം, മരിക്കോ നോക്കണം. നമുക്ക് പിലാവല്ലല്ലോ വലുത്, ബാപ്പയാണല്ലോ വലുത്. എനിക്ക് പിലാവാണ് വലുത്. എനിക്കും പിലാവാണ് വലുത്. എന്തായാലും ആ പിലാവിന് വേണ്ടി നിങ്ങൾ രണ്ടാളും തല്ലോടണ്ട. അത് അതിരുമലൊന്നുമല്ല, അതിർമലാണ്. ഒരു മധ്യസ്ഥൻ എന്നുള്ള നിലക്ക് ഞാൻ പറയാണ്, ആ പിലാവ് നിങ്ങൾക്ക് രണ്ടാക്കില്ല. നാളെ രാവിലെ ഞാൻ വന്നിട്ടാണ്ട് വെട്ടിക്കൊണ്ടുപോവാ പിലാവ്. ഇതിന്റെ പേരിൽ ഇനിയൊരു പ്രശ്നം ഇവിടെ ഉണ്ടാകാൻ പാടില്ല. പറഞ്ഞത് മനസ്സിലായ? എല്ലാം മനസ്സിലായി. എന്നാ ഞാൻ പോട്ടെ കാക്കാം. എന്നാ ജീവിക്കോ. ₹1,00,000 വില പറഞ്ഞിരുന്ന പ്ലാവാണ്. അത് വെറുതെ എളാപ്പാക്ക് നക്കാൻ കൊടുത്തില്ല. തണ്ടേ ഇതിന്റെ ഒക്കെ കാരണം ഈ പന്തയം. പിലാവൊക്കെ പോയാൽ ഞാൻ ഇല്ല നിങ്ങൾക്ക്. ആർക്ക് വേണം തന്തങ്ങളെ? ഞങ്ങക്ക് പിലാവ് മതി.